JP ആസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലപ്പോഴും വാസ്തുശാസ്ത്ര സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആശാരിമാരെയോ സ്ഥപതിമാരെയോ നമ്മൾ പുതിയതായി എന്തെങ്കിലും ഒരു കാര്യം നിർവഹിക്കുമ്പോൾ, അതായത് ഒരു വീടിന് കുറ്റിയടിക്കുന്നു, അല്ലെങ്കിൽ പാല് കാച്ചിൻ്റെ സമയം, അല്ലെങ്കിൽ ഉത്സവ സമയങ്ങളിൽ ഈ ഓരോ കെട്ടുരുപ്പടികളെ നിർമ്മിക്കുക, ഇപ്പോൾ കാള, കുതിര, തേര മുതലായവയൊക്കെ നിർമ്മിച്ചിട്ട് നിർമ്മിച്ച് കഴിയുമ്പോഴും, അതുപോലെ തന്നെ അതാദ്യമായി എഴുന്നള്ളിക്കുമ്പോഴും, ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ച് തുടങ്ങുമ്പോഴുമൊക്കെ വിളക്കുമൊക്കെ കത്തിച്ച് നാളികേരം മുറിച്ച് അതിൻ്റെ ലക്ഷണം പറയുന്ന ഒരു സ്വഭാവം പണ്ടുണ്ടായിരുന്നു. അത് സാധാരണഗതിയിൽ ജ്യോത്സ്യന്മാരെ അല്ല അതിന് വിളിക്കുന്നത്, കണക്കന്മാരെയാണ്. അപ്പം അങ്ങനെ നാളികേരം അതിൽ പുഷ്പമിട്ട് ആ പുഷ്പത്തിൻ്റെ സ്ഥിതി അനുസരിച്ചും തേങ്ങാമുറിയുടെ സ്ഥിതി അനുസരിച്ചുമൊക്കെ ഫലം പറയുകയും അത് വളരെ കൃത്യമായി ഫലിക്കുകയും ചെയ്ത നല്ല അറിവുള്ള ആൾക്കാർ പണ്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അതൊക്കെ പിന്നൊരു ആചാരമായിട്ട് മാറുകയും ഇപ്പോൾ അതിന് വലിയ പ്രാധാന്യമില്ലാതെ വരികയും ചെയ്തു. അപ്പോൾ നാളികേര ലക്ഷണം നമ്മൾ ഫലം പറയുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇത് ജ്യോതിഷം പഠിക്കുന്നവർക്കും അതുപോലെ തന്നെ വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവർക്കും, കുറ്റിയടിക്കാൻ പോകുന്ന, ഇപ്പം കിണറിനായാലും അല്ലെങ്കിൽ വീടിനായാലും കുറ്റിയടിക്കാൻ പോകുന്ന സമയത്തും, അല്ലെങ്കിൽ ഏത് കാര്യത്തിനായാലും, ഒരു കാര്യം പുതുതായിട്ട് ആരംഭിക്കുന്ന തടിപ്പണിയായാൽ പോലും ആരംഭിക്കുമ്പോഴും അതിൻ്റെ ഗുണദോഷം എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാൻ ഇത് വളരെയേറെ സഹായിക്കും എന്നതുകൊണ്ടാണ്. ഇത് ജ്യോതിഷം പഠിക്കുന്നവർക്കും അതുപോലെ തന്നെ വാസ്തുശാസ്ത്രം പഠിക്കുന്നവർക്കും സാധാരണക്കാർക്കും അല്ലാത്തവർക്കുമൊക്കെ ഇത് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ മുമ്പൊരു വീഡിയോ നിലവിളക്ക് കത്തിക്കുമ്പോൾ ദീപം കാണിക്കുന്ന ലക്ഷണങ്ങളുടെ ശുഭാശുഭം പറഞ്ഞിരുന്നു. അത് ഒരുപാട് പേര് ഇഷ്ടപ്പെടുകയും അത് കാണുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് ഈ നാളികേരത്തിൻ്റെ സ്ഥിതി. അപ്പോൾ നിലവിളക്കൊക്കെ കത്തിച്ച് സാധാരണ പോലെ തന്നെ പൂജാദികളൊക്കെ അവരവരെ കൊണ്ട് അറിയാവുന്ന വിധത്തിൽ മന്ത്രങ്ങളും പൂജയും ഒക്കെ ചെയ്ത് ഇതെല്ലാത്തിനും ശേഷം ആണ് ഒരു നാളികേരം എടുത്ത് അത് രണ്ടായിട്ട് മുറിച്ച് അതിൽ ജലം നിറയ്ക്കുന്നത്. അപ്പോൾ അത് സാധാരണ പലരും ചെയ്യുന്നത് ഒരു പാത്രത്തിൽ അക്ഷത വിട്ടിട്ട് അതിൽ ആണ് ഈ തേങ്ങാമുറി വയ്ക്കുന്നത്. അപ്പം കത്തിച്ച് വെച്ച നിലവിളക്കിൻ്റെ മുമ്പിൽ എല്ലാ പ്രാർത്ഥനയും ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ രണ്ടായി തേങ്ങ മുറിക്കുമ്പോൾ ആ തേങ്ങാമുറിയുടെ സ്ഥിതി എന്താണ് എന്നുള്ളതും, അതുപോലെ തന്നെ ഈ പൂവ് അതിൽ ജലം നിറച്ചതിന് ശേഷം തെറ്റിപ്പൂവിൻ്റെ, അതുപോലെ വളരെ ചെറിയ ഒരു പൂവിൻ്റെ ഇതൾ, അതായത് തെറ്റിപ്പൂവിൻ്റെ ഇതൾ തന്നെയാണ് പലരും, അല്ലെങ്കിൽ തുളസിയില, ചെറിയ തുളസിയില. അപ്പോൾ ഇങ്ങനെയുള്ളത് ഈ വെള്ളത്തിൻ്റെ പുറത്തേക്കിടുമ്പോൾ അത് എവിടെയാണോ ചെന്ന് നിൽക്കുന്നത്, ചിലപ്പോൾ താന്നു പോകാം, ചിലപ്പോൾ കറങ്ങി നിൽക്കാം, ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെന്ന് അടുത്ത് നിൽക്കാം. ഇതിനെ സംബന്ധിക്കുന്ന ഫലങ്ങൾ എങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെയാണ് ഞാൻ പറയുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നാളികേരം രണ്ടായി മുറിക്കണം. മുറി താഴ്ച ഉയർച്ച കൂടാതെ നിരപ്പായി കണ്ടാലും പൂള് ഇളകി, അതായത് തേങ്ങയുടെ ഒരു കഷ്ണം ഇളകി അകത്ത് വീണിട്ടുണ്ടെങ്കിലും വളരെ ശുഭകരമാണ് എന്നുള്ളതാണ്. ചിന്നി ഉടയുകയാണെങ്കിൽ ഉദരരോഗവും, കണ്ണുകളിൽ കൂടി ഉടയുന്നു എങ്കിൽ, തേങ്ങയുടെ കണ്ണുണ്ടല്ലോ 3 ഭാഗത്തിൽ ഒന്നാണല്ലോ നമ്മൾ കിഴിക്കുകയൊക്കെ ചെയ്യുന്നത്, ആ കണ്ണുകളിൽ കൂടി ഉടയുകയാണെങ്കിൽ അസഹ്യമായ ദുഃഖവും, ശിരോമധ്യമായി പൊട്ടുകയാണെങ്കിൽ ഗ്രഹകാരകനായ ശില്പിക്ക് എന്ന് പറഞ്ഞാൽ ഈ ഏത് ജോലി ചെയ്യാനാണോ വന്നിരിക്കുന്ന സ്ഥപതി അല്ലെങ്കിൽ ശില്പി, ആ ശില്പിക്ക് രോഗദുഃഖവും, പൂജിച്ചുടയ്ക്കുന്ന അവസരം കയ്യിൽ നിന്ന് വീണുപോയാൽ പലവിധ ദുഃഖവും ഫലമാകുന്നു എന്നുള്ളതാണ്. നാളികേരത്തെ രണ്ടായി മുറിച്ചതിന് ശേഷം ഇളയ മുറി വെള്ളത്തോടുകൂടി താഴെ വയ്ക്കണം. അതിൽ ഈശ്വരധ്യാനത്തോടുകൂടി പുഷ്പം ഇടണം. അപ്പോൾ ഇളയ മുറിയാണ് താഴെ വയ്ക്കേണ്ടത്. ആ പുഷ്പം മേടം മുതലായ 12 രാശികളിൽ അടുത്താലുള്ള ഫലം താഴെ പറയുന്നു. ശ്ലോകമൊന്നും ഞാൻ ചൊല്ലി കേൾപ്പിക്കുന്നില്ല, കാരണം അത് അത്രയും സമയം പോകും. അപ്പോൾ ഈ 12 രാശികളെ കണക്കാക്കുമ്പോൾ അതിന് ചെയ്യേണ്ട, ഞാൻ ഇതൊക്കെ ചെയ്തിരുന്ന പഴയ ആൾക്കാരോട് ഞാൻ ചോദിച്ചപ്പോൾ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ്.
അതിന് സാധാരണഗതിയിൽ ഒരു വടക്കുനോക്കി യന്ത്രം നാളികേരത്തിൻ്റെ വശങ്ങളിൽ വെച്ചിട്ട് ദർഭയോ അല്ലെങ്കിൽ ഈർക്കിലോ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു സാധനം ചതുരത്തിൽ തേങ്ങയ്ക്ക് ചുറ്റും വയ്ക്കുമ്പോൾ, മുറിക്ക് ചുറ്റും വയ്ക്കുമ്പോൾ കറക്റ്റ് ചതുരം വരും. ആ ചതുരം കണക്കാക്കി അതനുസരിച്ച് ഈ പുഷ്പം എവിടെയാണ് അടുത്തത് എന്ന് നമുക്ക് കണക്കാക്കി നോക്കി രാശി കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റിപ്പോവും, കാരണം ചെറിയ നാളികേരത്തിൻ്റെ മുറിയൊക്കെ ആണെങ്കിൽ. അപ്പോൾ പുഷ്പം മേടത്തിൽ ആണ് അടുത്തതെങ്കിൽ പല വിധത്തിലുള്ള ധനലാഭവും, ഇടവത്തിലായാൽ കലഹവും, മിഥുനത്തിൽ പശുക്കൾ മുതലായവയുടെ അഭിവൃദ്ധിയും, കർക്കിടകത്തിൽ ധാന്യവൃദ്ധിയും, ചിങ്ങത്തിൽ എല്ലാവിധത്തിലും വീടിന് ഐശ്വര്യവും, കന്നിരാശിയിലായാൽ ദേവകോപവും, തുലാം രാശിയിൽ ദ്രവ്യലാഭവും, വൃശ്ചികത്തിൽ വിഷഭയവും, ധനുവിൽ രാജകോപവും, മകരത്തിൽ പുത്രലാഭവും, കുംഭത്തിൽ മരണവും, മീനത്തിൽ വംശനാശവും ഫലം. പുഷ്പം എങ്ങും അടുക്കാതെ ചുറ്റിക്കറങ്ങി നിൽക്കുകയാണെങ്കിൽ രോഗദുഃഖവും, വെള്ളത്തിൽ താണുപോവുകയാണെങ്കിൽ സർവവിധ നാശവും ഫലമാകുന്നു. പുഷ്പം അണയുന്ന രാശി ആരൂഢമാക്കി കൽപ്പിച്ച് 12 ഭാവങ്ങളുടെയും ഗ്രഹങ്ങളെയും ആശ്രയിച്ച് ഫലം പറയുന്ന സാധാരണ അനുഭവമായും വരാറുണ്ട്. അത് സ്ഥപതിയായാലും കണക്കനായാലും അല്പം ജ്യോതിഷം പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. പണ്ടത്തെ കാലത്തുള്ളവർ അതൊക്കെ പഠിച്ചിരുന്നു എന്ന്. അതായത് ഇത് ചെയ്യുന്ന ദിവസത്തെ ഗ്രഹസ്ഥിതികൾ എങ്ങനെയാണ് എന്നുള്ളത് ഒരു മനപ്പാഠം പഠിച്ചതിന് ശേഷമാണ് പുഷ്പം ഏത് രാശിയിൽ അടുക്കുന്നു അതിനെ ആരൂഢമാക്കി ആ ഗ്രഹസ്ഥിതി, അപ്പോഴുള്ള ഗ്രഹസ്ഥിതികളുടെ അടിസ്ഥാനത്തിൽ ഫലം പറഞ്ഞിരുന്നത്. ഇത് അറിയാൻ പാടില്ലാത്തവരുടെ ഒരു പൊതുഫലമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. മേടൻ രാശിയിൽ പിന്നെ അടുത്താൽ പല വിധത്തിലുള്ള ധനലാഭം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു വന്നത്. അപ്പം നാളികേരത്തിൻ്റെ ഇളയ മുറിക്ക് മേടം മുതലായ രാശിയിൽ താഴ്ച ഉയർച്ചകളുണ്ടെങ്കിൽ അതിനെ ആശ്രയിച്ചും ഫലം പറയേണ്ടതാണ് എന്നുള്ളതാണ്. കാരണം തേങ്ങ മുറിക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ വാൾ വെച്ച് മുറിച്ചതുപോലെ ഒന്നും രണ്ടായി മുറിയുന്ന സാഹചര്യമൊന്നും ഉണ്ടാവണമെന്നില്ല. പൊങ്ങിയും താണും ഒക്കെ നിൽക്കാം. അപ്പം മേടൻ രാശിഭാഗം ഉയർന്നിരിക്കുകയാണെങ്കിൽ ധനസമൃദ്ധിയും, ഇടവത്തിലാണെങ്കിൽ സ്ത്രീകൾക്ക് നാശവും, മിഥുനം രാശിയാണെങ്കിൽ വീട്ടിൽ പലവിധേന നാശവും, കർക്കിടകം രാശി ഉയർന്നിരിക്കുകയാണെങ്കിൽ കള്ളന്മാരിൽ നിന്ന് ഉപദ്രവവും, ചിങ്ങത്തിൽ തേറ്റമുണ്ടായാലും പൂളിളകിയാലും സന്താനലാഭവും, കന്നി ഉയർന്ന് മീനം താഴ്ന്നിരിക്കുകയാണെങ്കിൽ സകലവിധേന ഐശ്വര്യവും, തുലാത്തിൽ സ്ത്രീനായകത്വവും, വൃശ്ചികത്തിൽ അന്യദേശഗമനവും, ധനുവിൽ രാജകോപവും, മകരത്തിൽ ഇഷ്ടസാധ്യവും, കുംഭത്തിൽ മരണഭയവും ഫലമാകുന്നു. വിശേഷിച്ച് മേടത്തിൻ്റെയും ഇടവത്തിൻ്റെയും മധ്യം കർണവരി താണിരിക്കുകയാണെങ്കിൽ അവിടെ നിശ്ചയമായും മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാം ഓരോ ലക്ഷണങ്ങളെ കൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്. എങ്കിലും പഴയ കാലത്ത് ഇത് വളരെയേറെ പ്രാധാന്യമുള്ള ഒന്നായിരുന്നു എന്നുള്ളതാണ്. ഏത് ചെറിയ കാര്യങ്ങൾ നടക്കുമ്പോഴും അവിടെ നിലവിളക്കൊക്കെ കത്തിച്ച് വെച്ച് ഒരു പൂജയൊക്കെ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു തേങ്ങ മുറിച്ച് അതിൻ്റെ ഇളയ മുറി താഴെ വെച്ച് വിളക്കിൻ്റെ മുന്നിൽ തന്നെ വെച്ച് ഈ പുഷ്പമിട്ട് ഫലം പറയുന്ന ഒരു രീതിയും, അത് കേൾക്കാനും ധാരാളം ആൾക്കാർ വരികയും അതറിയുകയും അത് പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയും അത് ശരിയായിട്ട് വരുമ്പോൾ പറയുന്നത് ശരിയാണെന്ന് വരികിൽ ആ വന്നയാളിന് കുറേ പ്രസിദ്ധി ഉണ്ടാവുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം പണ്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നാളികേരം മുറിച്ച് അതനുസരിച്ച് ഫലം പറയുന്ന വളരെ അപൂർവം ചില വ്യക്തികളെ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണദോഷങ്ങൾ നിങ്ങൾക്കും മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്നുദ്ദേശിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.